പ്രശാന്ത സുന്ദരമായ ഈ പ്രഭാതത്തില് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുപുഴയുടെ മണ്ണിൽ അല്പസമയം സ്നേഹത്തിന്റെ ദൂത് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഈ നല്ല സമയത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യരായ, സ്നേഹസമ്പന്നരായ, നല്ലവരായ പ്രദേശവാസികൾക്ക് ഹൃദയഭാഷയിലുള്ള സ്നേഹവും വന്ദനവും ഓർപ്പിക്കുന്നു. ജീവിത തിരക്കുകളുടെ നടുവിൽ ജോലി, പഠനം, ജീവിതത്തിൻ്റെ നാനാ മുഖങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ യാത്രകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, തെരുവോരങ്ങളിൽ വാഹനം കാത്തു നിൽക്കുന്നവർ, കടകളിൽ, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ കേൾക്കുന്ന പ്രിയമുള്ളവർ, എല്ലാവർക്കും അല്പസമയത്തേക്ക് ഈ ശ്രദ്ധ പരിധിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ചോദിക്കുകയാണ്. നിങ്ങളുടെ മൗന അനുവാദത്തോടെ അല്പസമയം സ്നേഹത്തിൻ്റെ ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മാന്യ മിത്രങ്ങളെ, എൻ്റെ സഹയാത്രികൻ മനോഹരമായ പാട്ട് ഇവിടെ ആലപിക്കുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ വരികളിൽ വരുവീൻ എന്ന് പറഞ്ഞ് സ്തോത്രം താൻ ആഹ്വാനം ചെയ്ത ഒരു മനോഹരമായ സന്ദേശം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു പാട്ടിൻ്റെ വരികൾക്കുള്ളിൽ. അതിനെ ഉയർത്തിക്കാട്ടുവാൻ കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ മറ്റു മനുഷ്യരെ നമുക്ക് പരിഗണിക്കുവാനോ അവരുടെ വിഷമങ്ങൾ അറിയുവാനോ സങ്കടങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുവാനോ ഒന്നും ആർക്കും കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്ത് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള ജീവിത പ്രയാണങ്ങൾക്കിടയിൽ മറ്റു മനുഷ്യരെ നമുക്ക് പരിഗണിക്കുവാൻ കഴിയുന്നില്ല. കാലം അതിരുദ്രം, അതിവേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സമകാലികമായ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അതിലേക്കൊക്കെ സ്വന്തം മറ്റുള്ളവർക്ക് ശ്രദ്ധ തിരിക്കുവാനോ സഹായിക്കുവാനോ കഴിയാതെ വണ്ണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്നിവിടെ പങ്കുവയ്ക്കപ്പെടുന്ന ഈ സ്നേഹ സന്ദേശത്തിന് കാതലായ ഒരു കാര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കുമൊക്കെ എതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയായിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. മദ്യപാനത്താൽ തകർന്നു പോകുന്നവർ, ലഹരികളുടെ അടിമയായി ജീവിതം നശിച്ചു പോയവർ, തകർന്നുപോയ കുടുംബങ്ങൾ, സമൂഹം നേരിടുന്ന ഈ വലിയ വിപത്തിനെ പറ്റി ഒന്ന് ബോധവൽക്കരിക്കുക. ഞാൻ ബോധവൽക്കരിക്കുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ അതിനെപ്പറ്റി ബോധ്യമുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബോധവൽക്കരണത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ സമ്പൂർണ്ണ പരിഹാരത്തെ പറ്റി, പൂർണ്ണമായ സൊല്യൂഷനെ പറ്റി പറയുവാനായിട്ടാണ് ഈ സമയം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്കിട്ടിരിക്കുന്ന പേര് ലഹരി വിരുദ്ധ, മദ്യവിരുദ്ധ സമാധാന സന്ദേശ സുവിശേഷ യാത്ര എന്നാണ് ഇതിനിട്ടിരിക്കുന്ന പേര്. അപ്പോൾ ലഹരിക്കെതിരെ മനുഷ്യൻ നേരിടുന്ന വിപത്തുകൾക്കെതിരെ, മൂല്യച്യുതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ അതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കൂടെ ഉയർത്തിക്കാട്ടേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഈ ലോകത്ത് ഒരുപാട് പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആശയങ്ങൾ വിളംബരം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുന്നവരാണ് നാം. എങ്കിലും എല്ലാ ഉപദേശങ്ങൾക്കും അപ്പുറം മനുഷ്യരാശി നേരിടുന്ന പ്രശ്നത്തിന്റെ സമ്പൂർണ്ണ പരിഹാരത്തെ പറ്റി പറയപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. ആ കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് അടിവരയിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ജീവിത പ്രാരാബ്ദങ്ങളുടെ തിരക്കുകൾക്കിടയിൽ, ഈ ജീവിതത്തിന്റെ മത്സര ഓട്ടങ്ങൾക്കിടയിൽ, പ്രതികൂല സന്ധികളെ തരണം ചെയ്യുവാനുള്ള മത്സര യാത്രകൾക്കിടയിൽ പലപ്പോഴും മറന്നുപോകുന്ന ഒരു വാസ്തവത്തെ പറ്റി ഉയർത്തി കാണിക്കുവാനാണ് ഈ സമയം ഇവിടെ എടുക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക്, മനുഷ്യ ജീവിതത്തിന്റെ മൂല്യച്യുതികൾക്ക് കാരണമായിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ മനുഷ്യൻ അതിനൊരു പരിഹാരം കാണുവാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങൾക്കറിയാം, നാം ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നാൽ, ഡോക്ടറെ അടുത്ത് ചെന്ന് നമ്മുടെ രോഗവിവരം നമ്മൾ പറയും.
രോഗവിവരം അറിഞ്ഞെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് നമ്മളെ ചികിത്സിക്കുവാൻ കഴിയുള്ളൂ, തക്കതായ മരുന്നതിന് നൽകുവാൻ കഴിയത്തുള്ളൂ. അതേസമയം നമ്മൾ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് നമ്മുടെ രോഗാവസ്ഥ പറയാതെ വ്യാജം പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ രോഗത്തിന് പരിഹാരമാകുന്ന നിലയിൽ മെഡിസിനുകൾ കുറിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നാം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വാസ്തവമായും നാം തിരിച്ചറിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഇന്ന് ഈ പ്രസംഗമധ്യേ നിങ്ങളുടെ കാതുകളിലേക്ക് പകരപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരാശി നേരിടുന്ന പ്രശ്നം നിങ്ങൾ പങ്കുവയ്ക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകതാരികളിൽ നിങ്ങൾക്കറിയുവാൻ കഴിയും. നിങ്ങൾ നേരിടുന്ന തകർച്ചയുടെ, പരാജയത്തിന്റെ, വേദനയുടെ, നൊമ്പരത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ, ആരോടും പറയുവാൻ കഴിയാത്ത നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, അതേ നിസ്സഹായ അവസ്ഥകൾ ചിലപ്പോ നമ്മുടെ ഒരു പങ്കാളിയോട് പോലും പറഞ്ഞാൽ മനസ്സിലായെന്നിരിക്കത്തില്ല, മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞെന്നിരിക്കത്തില്ല, മക്കൾ തിരിച്ചറിഞ്ഞെന്നിരിക്കത്തില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഈ വിപത്തിനെ പറ്റി, മനുഷ്യരാശി നേരിടുന്ന പ്രതിസന്ധികളെ പറ്റി അറിയുന്ന ഒരുവനെ പറ്റി പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് നമ്മെ ഉരുവാക്കിയവൻ, നമ്മെ നിർമ്മിച്ചവൻ, നമ്മുടെ സകല പ്രശ്നങ്ങളെയും അറിയുന്നവൻ, നമ്മുടെ പോരായ്മകളെ അറിയുന്നവൻ, നമ്മുടെ ബലഹീനതകളെ അറിയുന്നവൻ, നമ്മുടെ തകർച്ചകളെയും നമ്മുടെ അവസ്ഥകളെയും അറിയുന്നവൻ, മറ്റാരും അറിയുന്നതിനേക്കാൾ ആഴമായി നിങ്ങളെയും എന്നെയും തിരിച്ചറിയുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, പ്രബുദ്ധരായ ദേശമേ, എന്റെ സ്നേഹിതരായ സഹമിത്രങ്ങളെ, എന്റെ ഹൃദയം ഇന്നിവിടെ നിൽക്കുമ്പോൾ വേദനിക്കുന്ന മനുഷ്യന്റെ അവസ്ഥകൾ എത്രത്തോളം ആഴമേറിയതാണ്, തകർക്കപ്പെട്ട മനുഷ്യന്റെ അവസ്ഥകൾ എത്രത്തോളം ആഴമേറിയതാണെന്ന് വ്യക്തിപരമായി അറിയുന്നത് കൊണ്ടാണ് ഈ പകൽ സമയം, ഈ തെരുക്കോണിൽ ഈ സമയം ചെലവഴിക്കുന്നത്. മദ്യത്തിന്റെ ലഹരികളിൽ തകർന്നുപോയൊരു ജീവിത ചരിത്രം എന്റേതുണ്ട്. ലഹരികളുടെ അടിമയായി ജീവിതം തകർന്നുപോയൊരനുഭവം എനിക്കുണ്ട്. എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ട്. എല്ലാവരും കൈയൊഴിയപ്പെട്ട് എഴുതി തള്ളപ്പെട്ട ഒരു ചരിത്രം എന്റെ ജീവിതത്തിന്റെ പഴയ ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കഴിയും. അതിന്റെ ആഴം എത്ര വലുതെന്നറിയാം. ഒറ്റപ്പടിയിലിന്റെ നൊമ്പരങ്ങൾ, ഒഴിവാക്കപ്പെടുന്നതിന്റെ വേദനകൾ, തകർക്കപ്പെട്ടവന്റെ നൊമ്പരങ്ങൾ, മുറിവേക്കപ്പെട്ടവന്റെ നൊമ്പരങ്ങൾ. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്റെ ജീവിതത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ സ്നേഹിതരെന്നെ കേൾക്കുന്നവരോട് ആധികാരികതയോടെ പറയുന്നത്, നിന്റെ തകർച്ചകളിൽ നിന്ന് വിടുവിപ്പാൻ, നിന്റെ മുറിവുകളെ കെട്ടുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ഒരു നല്ല സ്നേഹിതനുണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ തെരുവിലെ സമയം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ആധാരമായി എന്റെ വിശ്വാസ സംഹിതയായ വിശുദ്ധ ബൈബിളിന്റെ അകതാളുകളിൽ രേഖപ്പെടുത്തി പരിശുദ്ധാത്മാനാൽ കോറിയിട്ടൊരു മനോഹരമായ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു നല്ല ശമരിയാക്കാരനെ പറ്റി, എല്ലാവരാലും കൈയൊഴിയപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി, യെരിഹോവിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്ത ഒരു മനുഷ്യനെ പറ്റി വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നുണ്ട്. താൻ തന്റെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം യെരിഹോ എന്ന പട്ടണത്തിൽ ആഘോഷങ്ങൾക്കായി കടന്നുപോയ ഒരു മനുഷ്യൻ, യെരുശലേം എന്ന വിശുദ്ധ പട്ടണത്തിൽ നിന്ന് തന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കും ജഡാഭിലാഷങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര. ആ മനുഷ്യനെ നിങ്ങളിൽ ഒരുവനായി ഞാൻ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ എന്നിൽ ഒരാളായി, നമ്മളിൽ ഒരാളായി ചിത്രീകരിക്കുക. ഇഹലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങി, ജഡാസക്തികളിൽ കുടുങ്ങി, ലഹരികളിൽ കുടുങ്ങി, ഭോഗാസക്തികളിൽ കുടുങ്ങി, അതെ ജീവിതം വഴിവിട്ടുപോയ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളിൽ ആരൊക്കെയോ അതിനുള്ളിൽ ഒരാളായി എന്നെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. മാന്യമിത്രമേ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, എന്റെ കൂടപ്പിറപ്പുകളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, പ്രബുദ്ധമായ ജനമേ, വിരോധ ചിന്തയോടെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിമർശനത്തോടെ കാതുകന്നിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിന്നോടും എന്നോടും ഒരുപോലെ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആധികാരികതയുള്ള വചനമാണ് ഞാൻ ഇവിടെ ഉച്ചരിക്കുന്നത്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ കടന്നുപോയി. അവന്റെ ജീവിതം നാശപാതയിലാണെന്നറിയാതെ സ്വന്തം മോഹങ്ങളുടെ ഇച്ഛകൾക്കൊത്തവണ്ണം ജീവിതം യാത്ര ചെയ്ത ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക്, ആ ഇൻസിഡന്റിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ രക്ഷയെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കും. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, അതെ യെരിഹോവിലേക്ക് പോയ മനുഷ്യൻ അതേ ക്രൂരരായ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ഒറ്റപ്പെട്ട
മനുഷ്യന്റെ യാത്രയിൽ ഒരാക്രമണം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ജീവിതത്തിന്റെ ബന്ധാവുകളിൽ ഉയർച്ചകൾ തേടി, ആസ്വാദനങ്ങൾ തേടി, ആഘോഷങ്ങൾ തേടി, കൂട് വിട്ട്, കുടുംബം വിട്ട്, ഉറ്റവരെ വിട്ട്, ഒറ്റയ്ക്ക് ഉഴലുന്ന എന്നെ കേൾക്കുന്ന മനുഷ്യവർഗത്തോട് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബം വിട്ടുള്ള യാത്രകൾ, നിന്റെ ഒറ്റപ്പെട്ടുള്ള യാത്രകൾ, അത് ദൈവത്തെ വിട്ടകന്നുള്ള യാത്രകൾ നിന്നെ കൊണ്ട് കൊടുക്കുന്നത് കള്ളന്മാരുടെ കരങ്ങളിൽ, ആക്രമിക്കുവാൻ ദ്രംഷ്ടകളുമായി കാത്തിരിക്കുന്ന വന്യജീവികളുടെ കരങ്ങളിൽ, അതെ, ഇഹലോകത്തിന്റെ പ്രഭുവായ മനുഷ്യകുലത്തിന്റെ അജന്മ ശത്രുവായ പിശാചിന്റെ കരങ്ങളിൽ. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ തകർച്ചകളുടെ അടിസ്ഥാന കാരണം. പക്ഷെ ഒരു മനുഷ്യനും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്തൊന്ന് ഓടുമ്പോൾ, ജഡാഭിലാഷത്തിനൊത്ത് ഓടുമ്പോൾ, ലഹരികളിൽ അടിമപ്പെട്ട ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അല്പകാല സുഖങ്ങൾക്ക് വേണ്ടി നാം ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾക്കപ്പുറം നമ്മുടെ വ്യക്തി, ഈ ജഡശരീരത്തിനല്ല പ്രശ്നം, ഇതിനുള്ളിൽ വ്യാപരിക്കുന്ന ദൈവസ്വരൂപമായ ആത്മാവിന്റെ നാശത്തിനത് കാരണമായി തീരും. പ്രിയമുള്ളവരെ, അതെ, യെരിഹോവിലേക്ക് പോയ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. എല്ലാവരാലും ഒറ്റപ്പെട്ട, ആരും അറിയാതെ രഹസ്യമായി താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ, എന്നെ കേൾക്കുമ്പോൾ രഹസ്യ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മളിൽ ഉൾപ്പെടെ എത്രയോ പേരുണ്ട്. ആരും അറിയുന്നില്ല ഞാൻ ചെയ്യുന്ന പാപം, ഞാൻ ചെയ്യുന്ന പാതകങ്ങൾ ആരും അറിയുന്നില്ല. പങ്കാളി അറിയുന്നില്ല, കുഞ്ഞുങ്ങൾ അറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല, കുടുംബം അറിയുന്നില്ല. അതെ, സ്വന്തം ജഡത്തിന്റെ ദാഹങ്ങൾക്കൊത്തവണ്ണം നാം കാണിച്ചു കൂട്ടുന്ന ലഹരികൾ, അസന്മാർഗിക വഴികൾ, വ്യഭിചാര ചിന്തകൾ, ഇഹലോകത്തിന്റെ മോഷണങ്ങൾ, പിടിച്ചുപറികൾ, അധർമ്മ വഴികൾ ആരും അറിയുന്നില്ല. സ്വയം ആസ്വദിക്കുകയാണ്, സ്വയം സന്തോഷിക്കുകയാണ്. എന്നാലും തന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നാം ചെയ്യുന്നത് സകലതും ദൃഷ്ടി വെച്ച് കാണുന്ന ഒരു ദൈവം, അതെ, മനുഷ്യരാശിക്ക് മീതെ ഉണ്ട് എന്ന് മനുഷ്യൻ മറന്നു പോകരുത്. നിങ്ങളുടെയും എന്റെയും സകല ചലനങ്ങളെയും അറിയുന്നവനായ ദൈവം, ഉള്ളതുപോലെ നിങ്ങളെ അറിയുന്നവനായ ദൈവം. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ നിന്നെ സശ്രദ്ധം വാച്ച് ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. നിന്റെ ഹൃദയങ്ങൾ അവന്റെ മുമ്പിൽ നഗ്നതും മലന്നതുമാണ്. അതെ, നിന്റെ ഉള്ളങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു ദൈവം, സകല മനുഷ്യന്റെ ഉള്ളങ്ങളെ അറിയുന്ന ഒരു ദൈവം, പാപം കുടിയിരിക്കുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പാപചിന്തകളെ തിരിച്ചറിയുന്ന ഒരു ദൈവം. അതെ, യെരിഹോവിലേക്ക് പോയ മനുഷ്യന്റെ അവസ്ഥയിലും അത് തന്നെയാണ് സംഭവിച്ചത്. യെരിഹോവിലേക്ക് പോയ മനുഷ്യൻ, പാപവഴികളിൽ തേടിപ്പോയ മനുഷ്യൻ, കള്ളന്മാരുടെ കരങ്ങളിൽ അകപ്പെട്ട ചരിത്രമാണ് ആ വിശുദ്ധ പുസ്തകത്തിന്റെ അകതാരിൽ എഴുതി ചേർത്തിരിക്കുന്നത്. കള്ളന്മാരുടെ കരങ്ങളിൽ അകപ്പെട്ടവൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. എല്ലാ പാപവഴികളുടെയും അവസാനത്തിൽ ഒരു സംഭവമുണ്ട് കേട്ടോ. ക്രൂരമായ ഒരു പീഡനം നീ അനുഭവിക്കും. നിന്റെ ജീവിതത്തിലെ രോഗം, നിന്റെ ജീവിതത്തിലെ സാമ്പത്തിക തകർച്ച, നിന്റെ കുടുംബ ജീവിതത്തിലെ കലഹങ്ങൾ, നിന്റെ വ്യക്തിപരമായി സാമൂഹികമായി നീ അനുഭവിക്കുന്ന തിന്മകൾ, ഒറ്റപ്പെടലുകൾ, എല്ലാത്തിനും പിന്നിൽ ഒരു പൈശാചികമായ ശക്തിയുടെ കടന്നാക്രമണം ഉണ്ട് എന്ന് മറന്നു പോകരുത്. മനുഷ്യനെ വേട്ടയാടുന്നത് അയൽക്കാരനല്ല, കൂട്ടുകാരനല്ല, കുടുംബക്കാരല്ല, നീ ശത്രുവെന്ന് മുദ്രകുത്തി എണ്ണുന്ന വ്യക്തികളല്ല. അതെ, നിന്റെ അജന്മ ശത്രു പിശാചാണ്. പിശാചാണ് മനുഷ്യനെ തകർക്കുന്നത്, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവനെ ഉടച്ചു കളയുന്നത്. മനുഷ്യകുലത്തിന്റെ ശത്രു പിശാചു മാത്രമാണ്. ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും പറയാറുണ്ട്, അയൽവക്കക്കാരൻ നിന്റെ ശത്രുവല്ല കേട്ടോ, കൂട്ടുകാരൻ നിന്റെ ശത്രുവല്ല കേട്ടോ. അത് നിന്റെ സഹപാഠിയോ, നിന്റെ ഓഫീസിൽ നിനക്ക് വിരോധമായി മത്സരിക്കുന്നവരോ നിന്റെ ശത്രുവല്ല കേട്ടോ. നീ ശത്രുവെന്നെണ്ണുന്ന, ജഡത്തിൽ കാണുന്ന സഹോദരങ്ങൾ ആരും നിന്റെ ശത്രുവല്ല. മനുഷ്യന്റെ ശത്രു പിശാചാണ്. മനുഷ്യന്റെ ശത്രു പിശാചാണ്. പിശാചിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അതെ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ ഉടച്ചു കളയുക. മനുഷ്യനെ ഉടച്ചു കളയുന്നതിലൂടെ മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യതയെ കെടുത്തിക്കളയുക. ഒരു മനുഷ്യന്റെ ആത്മാവിന് മുഴുലോകത്തേക്കാൾ വിലയുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുക. എന്നെ കേൾക്കുന്ന പമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾ, ഈ തെരുവിൽ കടകളിലിരിക്കുന്ന സഹോദരങ്ങൾ, തെരുവിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ. നാട്ടുകാർ കാക്കാശിന് വില തരുന്നില്ലെങ്കിലും, വീട്ടുകാർ നിനക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിലും, കൂട്ടുകാർ നിന്നെ മാനിക്കുന്നില്ലെങ്കിലും, അതെ, ഒരു പ്രസ്ഥാനങ്ങളും നിന്നെ അംഗീകരിക്കുന്നില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം നിനക്കിട്ടിരിക്കുന്ന വില മുഴുലോകത്തേക്കാൾ വില. എന്നെ കേൾക്കുന്ന പ്രിയമിത്രമേ, മുഴുലോകത്തേക്കാൾ വിലയുള്ള വ്യക്തിയാണ് നീ. മാന്യനാണ്, നീ ശ്രേഷ്ഠനാണ്, നീ അനുഗ്രഹീതനാണ്. ലോകം നിനക്ക് വില തരുന്നില്ലെങ്കിലും സർവശക്തനായ ദൈവം നിന്നെ ശ്രേഷ്ഠനായി കാണുന്നു, വിലയേറിയവനായി കാണുന്നു, മാന്യനായി കാണുന്നു. ലോകം നിന്നെ കള്ളുകുടിയനായി കണ്ടായിരിക്കാം, ലോകം നിന്നെ പിടിച്ചുപറിക്കാരനായി കണ്ടും, ലോകം നിന്നെ തെമ്മാടിയായി കണ്ടു കാണും. പക്ഷെങ്കിൽ സ്വതന്ത്രം കർത്താവായ യേശു നിന്നെ വിലയേറിയവനും മാന്യനുമായി കാണുന്നു.
അതുകൊണ്ടാണ് കർത്താവ് തന്റെ സ്വന്തം ജീവനെ, തന്റെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തേക്ക് വന്ന് തന്റെ സ്വന്തം ജീവനെ നമുക്കേവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നതെന്ന് ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും വിലയേറിയവരും മാന്യരുമായതുകൊണ്ട് ദൈവം തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നത്. സർവശക്തനായ ദൈവം സ്വർഗീയ മഹിമ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തേക്ക് വന്നത് കേവലം മനുഷ്യനായ, കേവലം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു പുഴുവും അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധരും ദോഷിയും നിന്ദിക്കപ്പെട്ടവനും അപമാനിതനുമായ കൊടുംപാപി എന്ന് മുദ്രകുത്തിയ നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകുവാൻ സർവശക്തനായ ദൈവം വന്നത് എന്താന്ന് ചോദിച്ചാൽ, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആത്മാവിന് മുഴുലോകത്തേക്കാൾ വിലയുള്ളത് കൊണ്ട് ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് സർവശക്തനായ ദൈവം തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നിനക്കിട്ട വിലയാണ് മുഴുലോകത്തേക്കാൾ വില. അതുകൊണ്ട് നീ തെരുവിൽ അധ്വാനിച്ച് ആരും എന്നെ പരിഗണിക്കുന്നില്ല, കുടുംബക്കാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ടെന്ന് ചിന്തിക്കരുത്. എന്നെ കേൾക്കുന്ന എല്ലാവരും കൈയൊഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വേണ്ട ഒരാളുണ്ട്. ഈ തെരുക്കോണിൽ അവന്റെ ശബ്ദമാ മുഴങ്ങിക്കേൾക്കുന്നത്. ആർക്കും വേണ്ടാത്തവനെ വേണ്ട ഒരുവൻ, ആ എല്ലാവരും തള്ളിക്കളഞ്ഞവനെ ചേർത്ത് പിടിക്കുന്ന ഒരുവൻ, കുഴഞ്ഞ് ചേറ്റിൽ കിടക്കുന്നവന് കരങ്ങൾ നീട്ടി അവനെ പിടിച്ചെടുക്കുന്ന ഒരു ദൈവം. ഞാൻ പ്രസംഗിക്കുന്ന അസ്രയനായ യേശു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതെ, തകർന്നവർക്ക് വേണ്ടി വന്നവൻ, പാപികളെ തേടി വന്നവൻ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നവൻ, അതെ എന്റെ യേശു. ഇന്ന് ഈ തെരുവിൽ ആ ശബ്ദമാ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എന്നെയും നിങ്ങളെയും വിലയേറിയവരായി കാണുന്നത് കൊണ്ട് കർത്താവ് തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. അതേ പ്രിയമുള്ളവരെ, സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി നൽകി അവന്റെ രക്തം ഊറ്റിത്തന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇന്ന് പകൽ എല്ലാവരാലും ത്യജിക്കപ്പെട്ടവന് ധൈര്യമായി കടന്നു വരുവാൻ കഴിയുന്ന ഒരു വേദിയാണ് കർത്താവായ യേശുവിന്റെ അരികിൽ, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ അരികിൽ. പ്രിയമുള്ളവരെ, മതം നിന്നെ മാറ്റി നിർത്തിയായിരിക്കാം, കുലം നിന്നെ മാറ്റി നിർത്തിയായിരിക്കാം, പ്രസ്ഥാനങ്ങൾ നിന്നെ മാറ്റി നിർത്തിയായിരിക്കാം. എല്ലാവരും കൈയൊഴിഞ്ഞാലും കൈയൊഴിയാത്ത ഒരുവൻ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. തകർന്നുടഞ്ഞ പ്രിയ സ്നേഹിതരെ, കർത്താവ് നിന്നെ കൈവിടുകയില്ല. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. അവന് നീ വിലയേറിയവനാണ്. അതെ, വഴി തെറ്റിപ്പോയ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം, അതേ സ്വന്തം യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിക്രൂരമായ പീഡനങ്ങൾ, മരണത്തിന്റെ വക്കിലേക്ക് എത്തപ്പെട്ടു. വസ്ത്രങ്ങൾ പിച്ചു ചീന്തിക്കളഞ്ഞു, സമ്പത്ത് അപഹരിച്ചു കളഞ്ഞു, ശാരീരിക ദണ്ഡനങ്ങൾ ഏൽക്കപ്പെട്ടു. മുറിവേക്കപ്പെട്ട ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാ ഇന്ന് ഈ തെരുവിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. മുറിവേക്കപ്പെട്ടവനായി തെരുവിൽ ഉപേക്ഷിച്ചു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കപ്പെട്ടവർ. ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ വേണമായിരുന്നു, കുടുംബം നോക്കാൻ നിങ്ങൾ വേണമായിരുന്നു. ചാരം നീരും നിങ്ങളെ ഊറ്റി കുടിച്ചതിന് ശേഷം നിങ്ങളെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇനി നിങ്ങൾക്ക് വീട്ടിൽ സ്ഥാനമില്ല, നാട്ടിൽ സ്ഥാനമില്ല, കൂട്ടുകാരിൽ സ്ഥാനമില്ല, പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല, ത്യജിക്കപ്പെട്ടു. ആവശ്യം കഴിഞ്ഞപ്പോൾ, അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞ കരിയാപ്പല പോലെ, അല്ലെങ്കിൽ ഒരു ഡിസ്പോസിബിൾ ആയുള്ള വസ്തു എടുത്ത് കളയുന്നത് പോലെ നിന്നെ കളഞ്ഞു. ഒന്നിനും വിലയില്ലാതെ പാഴും ശൂന്യമായി, ജീവിതത്തിന്റെ അർത്ഥം അറിയാതെ നിസ്സഹായനായി, ജീവിതത്തിന്റെ പന്താവിൽ നാൽക്കവയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിഞ്ഞു നിന്ന് എന്നെ ശ്രമിക്കുന്ന മാന്യമിത്രമേ, നിനക്കാ യേശു ഇതാ കടന്നു വന്നിരിക്കുക. എന്റെ സ്നേഹിതൻ പാടിയോലെ, കടന്നുവാ, യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ വിളിക്കുന്നു, നിന്നെ അരുമയായി കാണുന്നു, നിന്നെ അവൻ വിലയേറിയവനായി കാണുന്നു, ശ്രേഷ്ഠനും മാന്യനുമായി കാണുന്നു. ആ കർത്താവിന്റെ സ്നേഹം ഈ തെരുവിൽ നിന്ന് പ്രഭാതത്തിൽ കടന്നു വന്ന് നിന്ന് വിളിച്ചു പറയുന്നതാ. മുറിവേറ്റ് ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ആ നല്ല ശമരിയാക്കാരൻ യെരിഹോവിലേക്കുള്ള യാത്രയിൽ തെരുക്കോണിൽ മുറിവേറ്റ് കിടന്നവന്റെ അരികിലേക്ക് തേടി വന്നു. ആരും വിളിച്ചു പറഞ്ഞിട്ട് വന്നതല്ല. ഈ കവലയിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന അങ്ങനെ കേട്ടോ, ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് വന്നതല്ല. നിന്റെ അവസ്ഥകളെ അറിഞ്ഞുകൊണ്ട് നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്നവൻ, അതെ സർവശക്തനായ ദൈവം, അവന്റെ ആലോചന സമൃദ്ധമായി ഞങ്ങളിൽ പകർന്നിട്ട് ഈ തെരുവിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടതാ. നിങ്ങൾ പോയി വിളിച്ചു പറയണം, എന്റെ മഹത്വമേറെ നാമം പറയണം, ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറയണം, ഞാൻ അവനെ രക്ഷിക്കുമെന്ന് പറയണം, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയണം. കർത്താവായ യേശുവിന്റെ നിർബന്ധം ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട്
പ്രിയ സ്നേഹിതരെ, ഇന്ന് യെരിഹോ പട്ടണത്തിലേക്ക് പോയി തെരുവിൽ മുറിവേറ്റവനായ വ്യക്തിയെ കരുതിയവന്റെ സ്നേഹം, ആ നല്ല ശമരിയാക്കാരന്റെ സ്നേഹം ഇന്ന് ഈ തെരുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, നിന്നെ സ്നേഹിക്കുന്നു പ്രിയ സ്നേഹിത. പ്രിയ സഹോദരി, നിന്റെ ഭർത്താവ് ഉപേക്ഷിച്ചെങ്കിലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ കൈവിട്ടെങ്കിലും വാർദ്ധക്യത്തിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല പിതാവുണ്ട്. എന്നെ കേൾക്കുന്ന മിത്രമേ, യെരിഹോവിന്റെ തെരുവിലേക്ക് പോയ മനുഷ്യൻ മുറിവേറ്റവനെ ചേർത്ത് പിടിച്ചു. ആ വഴി തേടിച്ചെന്ന ശമരിയാക്കാരൻ, ബൈബിളിൽ അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട്. മതപുരോഹിതന്മാർ അവനെ കൈയൊഴിഞ്ഞു. മതമൊക്കെ ആവശ്യം വരുമ്പോൾ നിനക്ക് കാണത്തില്ല. നിന്റെ കാശുള്ളപ്പോൾ മതം കാണും. കാശ് തീർന്നു കഴിയുമ്പോ, കഴിവ് തീർന്നു കഴിയുമ്പോ, ജഡം ബലഹീനമായി കഴിയുമ്പോ, ആരോഗ്യം നശിച്ചു കഴിയുമ്പോ, നീ രോഗിയായി കഴിയുമ്പോ ഒരു മതത്തിനും വേണ്ട, നിന്നെ ഒരു ചുണ്ണാമ്പിന് പോലും വിലയില്ലാതായി തീരും. എന്നാൽ ഇന്നെ കേട്ടോ, നിന്നെല്ലാവരും തല്ലിയാലും ശരീരം ക്ഷയിച്ചു പോയാലും ഒന്നിനും കൊല്ലുകയില്ലെങ്കിലും നിന്റെ അകത്തെ ആത്മാവ് മുഴു ലോകത്തേക്കാൾ വിലയുള്ളതായതുകൊണ്ട് തളർന്നിരിക്കുന്ന വ്യക്തിയെ നിന്നെ യേശുവിന് വേണം. പ്രായാധിക്യത്തിൽ എല്ലാവരും തള്ളപ്പെട്ട വ്യക്തിയെ നിന്നെ യേശുവിന് വേണം. ഏത് ബലഹീനതയിലിരിക്കുന്ന വ്യക്തിയെയും യേശു സ്നേഹിക്കുന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട യെരിഹോവിലേക്ക് പോയ സഹോദരൻ, ആ ശമരിയാക്കാരൻ അവനെ തേടി വരുന്നു. മനോഹരമായ ആ വചനഭാഗത്തിൽ പറയുന്നു, അവന്റെ സ്നേഹിതർ, കൂട്ടുകാർ, മതപുരോഹിതന്മാർ, പരിചയക്കാർ എല്ലാം അവനെ കണ്ടിട്ട് കാണാത്ത പോലെ പോയി. നിങ്ങളെയും പലരും കണ്ടിട്ട് കാണാതെ പോയവരൊക്കെ ഈ കൂട്ടത്തിൽ കാണുമല്ലേ? നിങ്ങളെ സഹായിക്കാൻ പ്രാപ്തരായ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ മറന്നു കളഞ്ഞു. നിങ്ങൾ ആശ്രയിച്ച പലരും നിങ്ങളെ കൈയൊഴിഞ്ഞു. നിങ്ങൾ വിചാരിച്ചു ഇന്നേരൊക്കെ എന്നെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യുമെന്ന്. ഒരു കാലത്ത് നിങ്ങൾ അവർക്കൊക്കെ വേണ്ടപ്പെട്ടവരായിരുന്നു. പക്ഷെ എല്ലാവരാലും നിങ്ങൾ കൈവിടപ്പെട്ടു. ആരും നിങ്ങളുടെ ശോചനീയ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങളുടെ തകർച്ചയിൽ ആരും നിങ്ങളെ തേടി വന്നില്ല. നിങ്ങളുടെ പരാജയത്തിൽ ആരും നിങ്ങളെ നോക്കിയില്ല. നിങ്ങളുടെ വേദനകളിൽ ആരും നിങ്ങളെ കണ്ടതായി ഗൗനിച്ചില്ല. എന്നാൽ ഇന്ന് സ്വർഗത്തിന്റെ അധിപനായവൻ, രാജാതി രാജാവായവൻ, ഇളകാത്ത രാജ്യത്തിന്റെ രാജാവായവൻ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു നിന്റെ അവസ്ഥകളെ കണ്ട് ഈ തെരുക്കോടിൽ വിളിച്ചു പറയാം, മകളെ, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ദിവ്യ സ്നേഹം ഈ തെരുവിൽ മുഴങ്ങിക്കെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ആ സ്നേഹം ഇന്ന് തെരുക്കോണിലേക്ക് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, നിന്റെ മുറിവുകളെ കെട്ടുവാൻ, നിന്റെ വേദനകളെ പോക്കുവാൻ, നിന്റെ പരാജയങ്ങളെ മാറ്റുവാൻ, നിന്റെ തകർച്ചകളിൽ നിന്ന് കരകയറ്റുവാൻ, ജീവിത തോണി തുഴഞ്ഞ് ജീവിതത്തിന്റെ ചേറ്റ് കുഴിയിൽ നീ കുഴങ്ങിക്കിടക്കുകയാണോ? ആ ആഴമായ ചേറ്റിൽ നിന്ന് അവന്റെ വലങ്കരം നീട്ടി നിന്നെ വിടുവിക്കും, നിന്നെ ഉയർത്തും. തകർന്നു പോയ സ്ഥലത്ത് നിന്നെ മാനിക്കും. നിന്റെ വേദനകളെ അവൻ മാറ്റും. പരാജയങ്ങളെ മാറ്റി ജയങ്ങളെ തരും. നിന്ദകളെ നീട്ടി ആനന്ദം തരും, മാന്യത തരും. നിന്റെ കണ്ണുനീരുകളെ തുടച്ച് ആനന്ദ നൃത്തത്തിന് അവൻ നിന്നെ ഒരുക്കും. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തില് ഇന്ന് സായാഹ്നം വരെ ഞങ്ങൾക്ക് ഓരോ തെരുവിലും പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ അല്പസമയം കൊണ്ട് ഞാൻ ഈ പങ്കുവച്ച കാര്യം നിന്റെ ഹൃദയഭിത്തിയിൽ ഒന്ന് പോറിയിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഈ നല്ല ശമരിയാക്കാരനായ യേശുവിന് വേണ്ടി ഹൃദയമൊന്ന് തുറന്നു കൊടുക്കണം. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം, നസ്രയനായ യേശുവിന്റെ നാമം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അടിവരയിട്ട് അസന്നിഗ്ധമായി ആധികാരികതയോടെ എന്റെ പ്രാണനാഥന്റെ നാമം ഞാൻ പറയും. എന്നെ കേൾക്കുന്ന മിത്രമേ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, അതെ, ഇന്ന് നിനക്ക് ഹൃദയത്തിൽ ഒന്ന് തൊട്ടെങ്കിൽ ഈ നല്ല രക്ഷകൻ, രക്ഷയ്ക്കുള്ള ഏകമാർഗമായ രക്ഷകനായ ക്രിസ്തു, അവനായ നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുമോ? എന്റെ സഹോദരൻ പാടിയതുപോലെ, യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കാരങ്ങൾ നീട്ടി, യേശു വിളിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹം എന്നീ തെരുക്കോണിൽ ഒരിക്കൽ കൂടി മുഴങ്ങി കേൾക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുത്തുകൊണ്ട്, അതെ, ആ മുറിവേറ്റവനെ, യെരിഹോവിലേക്ക് പോയവനെ ചേർത്ത് പിടിച്ച് മുറിവുകളെ കെട്ടി അവനെ ആശ്വസിപ്പിച്ച് അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ആ നല്ല ശമരിയാക്കാരനായ ക്രിസ്തുവിന്റെ സ്നേഹം ഈ തെരുവിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളോട് പറയുക, കടന്നുവാ, ഞാൻ നിന്നെ സ്നേഹിക്കും. ആർദ്രതയേറിയ ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് ഈ തെരുവിൽ വേദനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പകരപ്പെടുക.
അവനായി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് ആ രക്ഷകനെ അകത്തേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനിടയായിത്തീരും. അതെ, കർത്താവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ നിന്റെ ചരിത്രം മാറും. നീ വീണ്ടും ജനനം പ്രാപിക്കും. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. നീ ദൈവ പൈതലായി മാറും. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. ഏവരും എന്ന പദത്തിൽ ഞാനും നിങ്ങളും എല്ലാം ഉണ്ട്. ബംഗാളിയുമുണ്ട്, തമിഴനുമുണ്ട്, മുംബൈക്കാരനും ഹിന്ദിക്കാരനും ആഫ്രിക്കനും അമേരിക്കനും ലാറ്റിൻ അമേരിക്കക്കാരനും യൂറോപ്യനും മിഡിൽ ഈസ്റ്റ് രാജ്യക്കാരനും അറബിയും ഭാഷയും എല്ലാം സകല മാനവനും രക്ഷയ്ക്കുള്ള മാർഗം, സകല മാനവനെയും സ്വീകരിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം. രക്തപ്പൊഴി ഒഴിക്കേണ്ട, വഴിപാടുകൾ നടത്തേണ്ട, നേർച്ച കാഴ്ചകൾ വേണ്ട, വെടിക്കെട്ടുകൾ വേണ്ട, പൂത്തിരികൾ വേണ്ട, ദേഹദണ്ഡനങ്ങൾ വേണ്ട, പദയാത്രകൾ വേണ്ട. അവന്റെ മുൻപിൽ ഹൃദയവാതിൽ തുറന്ന് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഹൃദയം തുറന്ന് ആര് വിളിച്ചു പറഞ്ഞാലും ഈ നല്ല സ്നേഹിതനായ ക്രിസ്തു നിന്റെ അകതാരിലേക്ക് വരും. ഹൃദയ സിംഹാസനം അവൻ വാഴും. അവൻ നിന്റെ പിതാവാണ്, നിന്റെ കർത്താവാണ്, നിന്റെ രക്ഷകനാണ്, നിന്റെ നിത്യജീവന്റെ ആധാരമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അതെ പ്രിയമുള്ളവരെ, ഇന്ന് ആ രക്ഷകനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ ഇത്രമാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപപരിഹാരകനെ, എന്റെ പാപത്തെ പൊറുക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ആര് ഹൃദയം തുറന്ന് വിളിച്ചാലും യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ആ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ, ദൈവമക്കളെന്ന പദവി അലങ്കരിക്കുവാൻ ഈ നിത്യരക്ഷ നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ കഴിയും. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ സകല പ്രശ്നത്തിന്റെയും പരിഹാരകൻ അവനാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് യേശുവിലേക്ക് നിങ്ങളെ സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്ത് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്റെ സഹപടന്മാർ ഈ ദേശത്ത് ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മുൻപോട്ട് കടന്നു വരാം, അല്ല നിങ്ങളുടെ കടകളിൽ വന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വേദനകൾ എന്ത് തന്നെയായിരുന്നാലും കർത്താവായ യേശു അത് പരിഹരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് കർത്താവിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ എന്റെ സഹപടനെ ക്ഷണിച്ചുകൊള്ളും. ഹലോ ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മാന്യ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ സ്പഷ്ടമായി തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങൾ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രിയ സഹോദരടെയായി. ഞങ്ങൾ നിങ്ങളെയൊക്കെ പോലെ ജോലികളും മറ്റൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യ സ്ഥലങ്ങളിൽ യേശുവിനെ സാക്ഷികൾ ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ചില ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് പ്രിയ സഹോദരൻ നിങ്ങൾ പ്രതിപാദിച്ചത്. ഞാനൊരു ചെറിയ ഗാനം ആലപിച്ച് തുടർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മീറ്റിംഗ് കൂടെ സമാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ പട്ടണത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ ധ്വനി ഈ ദേശത്ത് വഴി കേൾപ്പിക്കുവാൻ തക്കവണ്ണം ചില സഹോദരന്മാർക്ക് പ്രേരണ കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ മീറ്റിംഗ് അവിടെ സംഘടിപ്പിക്കാനായി തീർന്നത്. കഴിഞ്ഞ നാളിലൊക്കെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രകീർത്തിപ്പിക്കുന്ന തക്കവണ്ണമൊക്കെ പ്രിയ സഹോദരന്മാരെ ദൈവടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാടുന്നൊരു ബംഗാളി പാട്ടിൻ്റെ ചില ഈരടികളാണ്. ഞങ്ങൾ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം എന്നോർപ്പിക്കുകയാണ്. ആ പാട്ട് എങ്ങനെയാണ്? प्रभु जीशुर नामे समस्त जगते याते पापी पाय परित्राण। प्रभु जीशुर नामे समस्त जगते याते पापी पाय परित्राण। जेके विश्वास करुबे प्रभु जीशुर नामे जीवित रे चिरे काल। तीनी पोत तीनी साते तीनी हना दो जीवन तीनी पोत तीनी साते तीनी हनंद जीवन. ആ പാട്ടിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഈ ലോകത്തിൽ മാനവരാശിയെ രക്ഷിപ്പാൻ തക്കവണ്ണമുള്ള
യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമമില്ല, വേറൊരു വഴിയുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. നമ്മുടെയൊക്കെ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും അവസാനിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്കറിയാം, പത്രം നാം നിവർത്തി കഴിഞ്ഞാൽ, ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ എത്രയോ അപകട മരണങ്ങളെയും എത്രയോ കൊലപാതകങ്ങളുടെയും എത്രയോ മറ്റുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഒരു പാട്ടുകാരി എപ്രകാരം ഇങ്ങനെ പാടി, ചാർ ദിൻ കാ ജിന്ദഗി ഹേ ദോ ദിൻ കാ ജവാനി, ചാർ ദിൻ കാ ജിന്ദഗി ഹേ ദോ ദിൻ കാ ജവാനി, हट जाएंगे तेरे 4 दिन का जिंदगी दुनिया से चले जाएंगे. നമ്മുടെയൊക്കെ ജീവിതം 2-3 ദിവസം, ഒരുപക്ഷെ ചില നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ഞങ്ങൾ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ മരണത്തിനപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗമുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എന്നുള്ളത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാലത്ത് യേശുവിനെ അറിയാതെ ജീവിച്ച കാലഘട്ടത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതിരുന്നപ്പോൾ ഈ സന്ദേശം ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുവാടെയാക്കി തീർത്തു. ഇന്ന് പൽക്കാലം നിങ്ങളെ കേൾപ്പിച്ച ഈ വചനങ്ങളൊക്കെയും നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നെങ്കിൽ ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾക്ക് മരണത്തിനപ്പുറത്ത് ഒരു സ്വർഗീയ ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപവഴികളെ വിട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗോടെ അവസാനിപ്പിക്കുകയാണ്. ദേശനിവാസികൾ രക്ഷിക്കപ്പെടണം, ഒരാളും നരകത്തിൽ പോകാൻ പാടില്ല എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെയാണ് ഞങ്ങളിവിടെ ഈ വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് സ്റ്റേജുകളില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങളില്ലാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് ഈ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത്? നമുക്കറിയാം, ലോകത്തെ അനേക പ്രസംഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം ഒരു പാപിയെ മാനസാന്തരത്തോടെയായ ആ സന്ദേശമാണ്. ഈ സന്ദേശം നിങ്ങൾ മറുതലിക്കുന്നെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്കൊരു ശിക്ഷാവിധിയുണ്ട്. മരണത്തിനപ്പുറം നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള ഈ കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുടെയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. അത് നിയമിക്കപ്പെട്ട കാര്യമാണ്, അതാർക്കും മാറ്റുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മരണത്തിനപ്പുറത്തുള്ള ആ സ്വർഗീയമായിരിക്കാൻ സന്തോഷം അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ വചനം വൃഥാ കടന്നു പോകില്ലെന്നറിയാം. അതുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാൻ തക്കവണ്ണം ഈ വചന ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിച്ച അടുത്ത സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇന്ന് പലക്കാലം കർത്താവേ, തിരുവോരങ്ങളിൽ താവിൻ്റെ വചനം ഘോഷിപ്പാൻ തക്കവണ്ണം പ്രിയദാസനെ അവർ നെടിയാക്കിയാൽ അതിനാട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന മനുഷ്യവർഗത്തെ താവേ ആരും ശ്രദ്ധിക്കാതെ പോയപ്പോൾ അത് കർത്താവെ നല്ല ശമരിക്കാരനായ യേശു കടന്നു വന്നുകൊണ്ട് കർത്താവേ മകനെയും മകളെയും വിളിച്ച് ആശ്വസിപ്പിച്ച ദൈവത്തിൻ്റെ വചനം കർത്താവേ, ഇന്ന് പകൽക്കാലം ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരും കർത്താവേ അത് കേട്ട് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമീപവാസികളായ അവരവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ വചനത്താൽ നീ അവരെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ പിടിയിലമർന്ന ചില ജീവിതങ്ങളൊക്കെ ഞങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അറിയാം കർത്താവേ. കഴിഞ്ഞ നാളൊക്കെയും മരണത്തിൻ്റെതായിരിക്കുന്ന ആ ഘോര കഷ്ടം നീട്ടിയ താവെ ചില ജീവിതങ്ങളെ ദൈവം രക്ഷിച്ച ദൈവകൃപയ്ക്കാട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തുറന്നോളം നടത്തിയുള്ള നടത്തിപ്പ് കാര്യങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുറന്നുള്ള സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങൾ മുൻപായി അവിടുത്തെ ദൂതനയച്ച് കർത്താവേ വഴിയൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുറന്നോളം നടത്തിയ എല്ലാ കൃപകൾക്കാട് സ്തോത്രം. മാനം മഹത്വം അവിടത്തേക്ക് തരുന്നു. എല്ലാം ഞാൻ കർത്താവ് രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ പിതാവ് ദൈവമേ, ആമേൻ.